ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. അങ്ങനെ ഇന്ത്യയുടെ ശ്രീലങ്കൻ പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് ആരംഭിക്കുകയാണ്. 2020 പരമ്പര ഇന്ത്യ 3-0 സ്വന്തമാക്കിയിരുന്നു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിൽ തിരികെ എത്തുകയാണ്. വെന്യൂവിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രേമദാസ സ്റ്റേഡിയം കൊളംബോയിൽ വെച്ചാണ് ഈ മാച്ച് നടക്കുന്നത്. ശ്രീലങ്കയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണിത്. ഈ പിച്ച് ബാറ്റേഴ്സിനെയും ബൗളേഴ്സിനെയും ഒരുപോലെ അനുകൂലിക്കുന്ന പിച്ചാണ്. എന്നാൽ കൂടുതൽ അനുകൂലമാകുന്നത് മീഡിയം പേസ് ബൗളേഴ്സിനാണ്. ഇവിടെ 135 ഏകദിന മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ 79 എണ്ണം ആദ്യം ബാറ്റ് ചെയ്തവരും 56 എണ്ണം രണ്ടാമത് ബാറ്റ് ചെയ്തവരുമാണ് വിജയിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 242 ആണ്. ഹയസ്റ്റ് സ്കോർ 375 for 5 ആണ്. ഇന്ത്യയാണ് ആ സ്കോർ നേടിയിട്ടുള്ളത്. ലോവസ്റ്റ് 50 ആണ്. ശ്രീലങ്കയായിരുന്നു ആ സ്കോർ നേടിയത്. ഇനി നമ്മൾ ടീമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ തിരിച്ചു വരുന്നത് ഇന്ത്യൻ ടീമിനെ കൂടുതൽ ശക്തരാക്കുന്നു. എന്നാൽ ഹാർദിക് പാണ്ഡ്യ ഏകദിന മത്സരങ്ങൾ കളിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഒരു പോരായ്മയാണ്. പിന്നെ രവീന്ദ്ര ജഡേജ ടീമിലില്ല. പകരം വാഷിംഗ്ടൺ സുന്ദറാണ് ടീമിൽ ഇടം നേടിയിട്ടുള്ളത്. വാഷിംഗ്ടൺ സുന്ദർ ഇപ്പോൾ മികച്ച ഫോമിൽ തന്നെയാണ്. പ്രോബബിൾ പ്ലേയിങ് 11 എന്ന് പറയുന്നത് രോഹിത് ശർമ്മ, ശുഭൻ ഗിൽ, വിരാട് കോഹ്ലി, KL രാഹുൽ, ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, അർഷദീപ് സിംഗ്, മുഹമ്മദ് സിറാജ് എന്നിവരാകും. ഇന്ത്യയുടെ ബെഞ്ച് പ്ലെയേഴ്സ് ശിവൻ ദുബെ, പരാഗ്, ഖലീൽ അഹമ്മദ്, ഹർഷിത് റാണ എന്നിവരാണ്. ശ്രീലങ്കൻ ടീമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ശ്രീലങ്കൻ ടീമിനെ പരിക്ക് വളരെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മെയിൻ ഫാസ്റ്റ് ബൗളേഴ്സ് ഒന്നും ഇതിൽ കാണുന്നില്ല എന്നുള്ളതും കൂടെ ഒരു പോരായ്മയാണ്. എന്നാലും പ്രോബബിൾ പ്ലേയിങ് 11 എന്ന് പറയുന്നത് നിസംഗ, ഫെർണാണ്ടോ, മെൻഡിസ്, സമരവിക്രമ, അസ്ലങ്ക, ലിയാനെ, ഹാസറങ്ക, പതിരണ, തീക്ഷണ, മധുസനങ്ക, ഫെർണാണ്ടോ എന്നിവരാകും. അവരുടെ ബെഞ്ച് പ്ലെയേഴ്സ് ധനഞ്ജയ, മധുശങ്ക, കരുണരത്ന, മെൻഡിസ്, വെല്ലാങ്കെ ഒക്കെ ആകും. സോ ശ്രീലങ്കയ്ക്ക് ഇന്ത്യൻ ടീമിനെ പ്രതിരോധിച്ച് നിൽക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് കണ്ടറിയാം. So stay tuned with us for more videos. Thank you.